നമസ്തേ, പുത്തുപിള്ളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനു സൂരജ്, ഒപ്പം ഞാൻ രജനി. എന്തായാലും ഇന്നും സജീവമായ വാർത്തകളുടെ ദിനമാണ് എന്ന സൂചന തന്നെ രാവിലെ മുതലേ നൽകാൻ കഴിയുന്നത് അല്ലേ? പക്ഷെ മഴ ഭീതി കൂടെ നിലനിൽക്കുന്നുണ്ട്. ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ട് ചില ജില്ലകൾക്ക്. അതെ, നമുക്ക് ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മുകേഷിനെതിരായുള്ള ലൈംഗിക ആരോപണങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. രാജി വേണ്ടെന്ന നിലപാടിൽ CPM, മുകേഷിനെതിരെ നിലപാട് കടുപ്പിച്ച് CPI. പീഡന പരാതികളിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. ആശങ്ക ഒഴിയാതെ സംസ്ഥാനത്തെ KSRTC പെൻഷൻകാർ. വരും മാസങ്ങളിലും പെൻഷനു വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ. ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ അടക്കം വിളിച്ചു വരുത്തിയിട്ടും പെൻഷൻ വിതരണത്തിൽ വീഴ്ച തുടരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചതിന് പിന്നാലെ ജസ്മുദ്ദീൻ റഹ്മാനിയെ വിട്ടയച്ച ബംഗ്ലാദേശ്. വിട്ടയച്ചത് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൊടും ഭീകരനെ. മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ നീക്കം ബംഗ്ലാദേശിനെ തീവ്ര ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് നാളെ മുതൽ പാലക്കാട്. 33 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും പങ്കെടുക്കും. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വിശാഖപട്ടണം കപ്പൽശാല ചാരവൃത്തി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ NIA. ചോദ്യം ചെയ്ത് വിട്ടയച്ച 2 പേർക്ക് വീണ്ടും സമൻസ് അയക്കും. പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങൾ പാക് ചാര വനിതയ്ക്ക് ചോർത്തിയെന്ന് കേസ്. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആദ്യം നമ്മൾ പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. വിചാരിച്ചു ഈ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ലോകരാഷ്ട്രങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ അഭയം തേടിയിട്ട് പോലും അവരെ വിടാത്ത ഒരു രീതി, പാസ്പോർട്ട് വരെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തി. ഒപ്പം ആ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കുകയാണ് പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള തീരുമാനങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇടക്കാല സർക്കാർ വന്നപ്പോഴത്തേക്കും ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ പറയുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി കലാപമാണ് നടന്നത്, അത് ഇനി ഉണ്ടാവില്ല, സമാധാനപൂർവ്വമായിരിക്കുമെന്ന്. പക്ഷെ ഓരോ ദിവസവും വരുന്ന വാർത്ത രജനി പറഞ്ഞപ്പോൾ തന്നെ ആശങ്കയ്ക്ക് വക നൽകുന്നതാണ് എന്ന് തീർച്ച. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ആണ് നമ്മൾ ആദ്യം എത്തുന്നത്. കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം, അതായത് ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്നു ഈ സംഘടന. പക്ഷെ അത് നീക്കം ചെയ്ത് ഈ ഇടക്കാല സർക്കാർ ഉത്തരവിടുകയുണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ജസ്മുദ്ദീൻ റഹ്മാനിയ എന്ന കൊടും ഭീകരനെ വിട്ടയച്ചത്. അൻസറുള്ള ബംഗ്ലാ ടീമിന്റെ തലവനായ ഇയാൾ ബംഗ്ലാദേശിലെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൊടും ഭീകരനാണ്. തീവ്ര ഇസ്ലാമിക രാജ്യമായി ബംഗ്ലാദേശിനെ മാറ്റുമെന്ന സൂചന തന്നെയാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ നൽകുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിന് കുട പിടിക്കുന്ന രാജ്യമായി, അല്ലെങ്കിൽ കൊടും ഭീകരർക്ക് താവളമൊരുക്കുന്ന രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറുന്നു. പുതിയ സർക്കാർ, ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇടക്കാല സർക്കാർ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞിരുന്നത്. അവർ ഈ സംഘർഷത്തെ പോലും വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിൽ പറഞ്ഞു വച്ചിട്ട് ഇപ്പോൾ കൊടും ഭീകരരെ അടക്കം വിട്ടയക്കുന്ന നടപടികളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടേക്കാണ് പോകുന്നത് ബംഗ്ലാദേശ്? അനുരജനി, ഗുഡ് മോർണിംഗ്, നമസ്തേ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശ് നമുക്കറിയാം, ഔദ്യോഗികമായി തന്നെ അതൊരു മുസ്ലിം രാജ്യമാണ്. ഭരണഘടനയ്ക്കകത്ത് തന്നെ മുസ്ലിം രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ബംഗ്ലാദേശ്. പക്ഷേ ആ ബംഗ്ലാദേശിനെ ഒരു തീവ്ര ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കുക, അതായത് ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ശരിയത്ത് നിയമം മാത്രം അനുശാസിക്കുന്ന, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര സംഘടനകൾ എങ്ങനെയാണോ അവരുടെ ഒരു രാജ്യസങ്കല്പം, ആ രീതിയിലേക്ക് ബംഗ്ലാദേശിനെ മാറ്റുക എന്ന ലക്ഷ്യമാണ്
തരത്തിലാണ് ഇപ്പോൾ ഈ അധികാരത്തിലിരിക്കുന്ന ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ഉള്ളത് എന്ന് വേണം അവരുടെ ഓരോ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ ഇടക്കാല സർക്കാർ വരുന്നതിന്റെ സാഹചര്യം ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഷെയ്ഖ് ഹസീന സർക്കാർ താഴെ വീഴുന്നു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം ഭീകരവാദികൾ നടത്തിയ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമാണ് ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റും അവിടെ അധികാരം നഷ്ടപ്പെട്ട് അവർക്ക് ഭാരതത്തിൽ അഭയം തേടേണ്ട സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ സമാധാനത്തിന്റെ നോബൽ ജേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രാൻസിൽ അതുവരെ സ്ഥിരതാമസമാക്കിയ ഈ മുഹമ്മദ് യൂനിസിനെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതിനായി ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ പ്രവർത്തികൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കുടപിടിക്കുന്നതായിരുന്നു. ഓഗസ്റ്റ് മാസം 15 ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ രക്തസാക്ഷി ദിനമായിരുന്നു. ആ ദിനം കൃത്യമായി തന്നെ എടുത്തു മാറ്റി, അന്നത്തെ പൊതു അവധി ഉൾപ്പെടെ എടുത്തു മാറ്റി ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ഭീകരവാദികളുടെ കയ്യടി നേടാൻ ഈ മുഹമ്മദ് യൂനിസ് ശ്രമിച്ചതാണ്. അതിനുശേഷം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ബാൻ എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആഭ്യന്തര കലാപത്തിന് നേതൃത്വം നൽകിയ തീവ്ര ഇസ്ലാമിക സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. പിന്നെ അവരുടെ സ്വഭാവം നമ്മൾ ബംഗ്ലാദേശിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തും പാകിസ്ഥാനിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുള്ള ഉപദ്രവം എന്താണെന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ വരെ സ്വയം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് കൊടും വിഷം നിറച്ച് നിൽക്കുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ പോലും നിരോധിക്കുകയും ആ സംഘടനയുടെ സ്ഥാപകനെ തന്നെ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീട് ആ വധശിക്ഷ നടപ്പാക്കിയില്ലെങ്കിൽ പോലും മുസ്ലിം രാജ്യങ്ങൾ പോലും നിരോധിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കളെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം ഇപ്പോൾ മുഹമ്മദ് യൂനിസ് സർക്കാർ എടുത്തു മാറ്റിയതിന് പിന്നാലെയാണ് ഈ ഇസ്ലാമിക കൊടും ഭീകരനെ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ജസ്മുദ്ദീൻ റഹ്മാനി. ഈ ജസ്മുദ്ദീൻ റഹ്മാനി എന്നത് ബംഗ്ലാദേശിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യയ്ക്കും മറ്റും നേതൃത്വം നൽകുന്ന കൊടും ഭീകരനാണ്. അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന ഭീകരവാദ സംഘടന. ഈ അൻസാറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ അൽ ഖ്വയ്ദയുടെ ഒരു വിങ്ങാണ്. അൽ ഖ്വയ്ദയുടെ ഇപ്പോൾ ഭാരതത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ഭാരതത്തിലെ സർക്കാർ നിരോധിച്ചതിന്റെ അടിസ്ഥാന കാരണം തന്നെ അൽ ഖ്വയ്ദ അതോടൊപ്പം തന്നെ ISIS തുടങ്ങിയ ഭീകര സംഘടനകളുടെ ഇന്ത്യയിലെ മുഖമായാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അവർ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. എന്ന് പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അൻസാറുള്ള ബംഗ്ലാ ടീമിന്റെ തലവനാണ് അടുത്ത കാലത്തെല്ലാം ജയിലിൽ കിടന്ന ഈ ജസ്മുദ്ദീൻ റഹ്മാനി. ഇയാളെയാണിപ്പോൾ ഈ നോബൽ സമ്മാന ജേതാവ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സമ്മാനം നേടിയിട്ടുള്ള, അതും സമാധാനത്തിന്റെ നോബൽ നേടിയിട്ടുള്ള ഈ മുഹമ്മദ് യൂനിസ് വെറുതെ വിടുന്നത്. സ്വാഭാവികമായും ഇത് എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് കൃത്യമാണ്. ഒരു അതിതീവ്ര ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന അതിതീവ്ര ഇസ്ലാമിക രാഷ്ട്രമായി ബംഗ്ലാദേശിനെ മാറ്റുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ഇടക്കാല ഭരണകൂടത്തിനുള്ളത്. അടുത്ത കാലത്ത് അവിടെ നടന്നിട്ടുള്ള ആഭ്യന്തര കലാപം, അവിടെ നടന്നിട്ടുള്ള ഇന്ത്യ വിരുദ്ധ കലാപം, ഹിന്ദു വിരുദ്ധ കലാപം, ആ കലാപത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ബംഗ്ലാദേശിനെ ഒരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അനു. തീർച്ചയായും ഗൗതം, ഈ ആശങ്കയ്ക്ക് വക നിൽക്കുന്ന മറ്റൊരു കാര്യം, ബംഗ്ലാദേശിൽ നമുക്കറിയാം ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഒരു സാഹചര്യം സംജാതമായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിലേക്ക് ശ്രദ്ധ ചെലുത്താതെയാണോ സർക്കാർ ഈ പറയുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? അത് എല്ലാ തീവ്ര സംഘടനകളുടെയും സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭീകരവാദ ശക്തികൾ വലിയ തോതിൽ കരുത്താർജിക്കുന്ന രാജ്യങ്ങളെല്ലാം പൊതുവെ പട്ടിണിയും മറ്റുമായിരിക്കും. അവിടെ തൊഴിലില്ലായ്മ അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങളൊക്കെ വളരെ രൂക്ഷമായിരിക്കും. എന്നാൽ അത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നതിലല്ല ഇത്തരം ശക്തികളുടെ താല്പര്യമെന്ന് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ സാഹചര്യം തന്നെ നമുക്കറിയാം. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആ ഘട്ടത്തിൽ പോലുമാണ്, അതായത് സ്വന്തം നിലയിൽ നിൽക്കാൻ പറ്റാത്ത മറ്റ് അയൽ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് അവിടെ താലിബാൻ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കി ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊടും പട്ടിണിയിൽ കിടക്കുന്ന പല രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നൈജീരിയയും ചാടുമൊക്കെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വലിയ തോതിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാടും നൈജീരിയയും ഒക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും പട്ടിണി രാജ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും
ചിന്ത വരും, ഇവരെന്തിനാണ് ഈ ഭീകരവാദ പ്രവർത്തനമൊക്കെ നടത്തുന്നത്, മറിച്ച് ആ സമയം മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ നാടിൻ്റെ പുരോഗതി തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഭീകര സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്തരം വിഷയങ്ങളിലൊന്നും ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല. അതിതീവ്രമായ മതചിന്ത അത് തലയ്ക്ക് പിടിച്ച് കൃത്യമായി തന്നെ ആ മതബോധത്തിലൂടെ രാജ്യത്തെ നയിക്കുവാനാണ് ഇത്തരം ശക്തികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ശ്രമിക്കുന്നത്. അതിനാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവർക്ക് സ്വന്തം നിലയിൽ എല്ലാ അർത്ഥത്തിലും ഒരു വികസിത രാജ്യമോ അല്ലെങ്കിൽ വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യവുമൊന്നുമല്ല. അവർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക സഹായം നൽകുന്ന രാഷ്ട്രങ്ങളിലൊന്ന് നമ്മുടെ ഭാരതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതേ ഭാരതത്തിനെതിരെയുള്ള ആഭ്യന്തര കലാപമാണ് അടുത്ത കാലത്ത് അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ ചൈനയുടെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെയും ഒക്കെ സഹായത്തിൽ നടത്തിയത് എന്ന കാര്യം നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. മാത്രമല്ല ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കുന്നത് തന്നെ ഭാരതത്തിന്റെ സൈന്യം നടത്തിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. അതേ രാജ്യത്ത് ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ഭാരതത്തെ അനുകൂലിക്കുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും രാജ്യ പുരോഗതിയല്ല, മറിച്ച് മതചിന്തയും മതബോധവുമാണ് ഇത്തരം ഭീകരശക്തികളെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും നയിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അതിനാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. ഒന്ന് സാമ്പത്തികമായ പ്രതിസന്ധി, അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ഏതാനും ദിവസങ്ങളായി അവിടെ അതികഠിനമായ മഴയെ തുടർന്ന് ശക്തമായ വെള്ളപ്പൊക്കം ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാധിച്ചിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശിന് അവിടുത്തെ പൗരന്മാർക്ക് വിസ നൽകുന്നില്ല. കാരണം ഈ രീതിയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയും ഭാരതത്തിനെതിരെ അവിടെ ആഭ്യന്തര കലാപം നടത്തുകയും അവിടുത്തെ നിഷ്കളങ്കായ നിരാലംബരായ ഹിന്ദുക്കളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന അവിടുത്തെ ആളുകൾക്ക് സ്വാഭാവികമായും നമ്മുടെ രാജ്യം വിസ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിനെതിരെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യയുടെ വിസ സെന്ററും വിസ ഓഫീസ് സെന്ററും മറ്റും തകർക്കാൻ ശ്രമിക്കുന്നു. അതിന് മുന്നിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു. അത്തരം നാടകീയ രംഗങ്ങളാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുസ്ലിം തീവ്രവാദം അവിടെ കൂടുതൽ പിടിമുറുക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഓരോ ദിവസവും അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് നൽകുന്നത്. ഒരു കാര്യം കൂടെയുണ്ട്. കാരണം തീർച്ചയായും ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീവ്ര ഇസ്ലാമിക വൽക്കരണത്തിനൊപ്പം തന്നെ ഭീകരവാദികൾക്ക് കൂടി കുഴ പിടിക്കുന്ന ഒരു ഇനി നമ്മൾ നോക്കി കാണേണ്ടത് ഈ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം ഭാരതത്തിലേക്ക് സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ അത് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസം അങ്ങനെയുള്ള അതിർത്തികളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാരതം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ തരത്തിലായിരിക്കുമുള്ള അവരുടെ ഈ ബംഗ്ലാദേശികൾ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുന്നത്, അതിൽ ഭീകരർ ഉൾപ്പെടുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതും കൂടെ ഭാരതം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി മറ്റ് വാർത്തകൾ കൂടെ നോക്കാനുണ്ട്. മറ്റു വാർത്തകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപക്ഷെ സംസ്ഥാന വാർത്തകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. മറ്റു വാർത്തകൾ എടുക്കാൻ പോലും സ്പേസ് തരാതെ, ഇടം നൽകാതെ ഇങ്ങനെ പരാതി പ്രവാഹം അല്ലേ. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇന്നലെ 10 ദിവസമായി, ഇന്ന് 11ാമത്തെ ദിവസം. അപ്പോഴും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിട്ട് ഇതിൽ പങ്കാളികളായിട്ട് പോലും അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. മുകേഷിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ നിലനിൽക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ CPMന്റെ മുഖം നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ മുകേഷ് രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. അഖിൽ പാലോട്ടുപടം, തിരുവനന്തപുരത്ത്. അഖിൽ, ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന സ്ഥിതിക്ക് ഈ മുകേഷിന് എന്തായാലും പിന്തുണ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിലും ഈ വിഷയമായിരിക്കുമോ പ്രധാനമായും ചർച്ച ചെയ്യുക? ഒപ്പം CPI ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ഇനി അടുത്ത നീക്കങ്ങൾ, തുടർ ചർച്ചകളൊക്കെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ തന്നെ വലിയ പ്രതിസന്ധിയിലായത് സിനിമാ മേഖല മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ മേഖല കൂടിയാണ്. കാരണം ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന 2 ജനപ്രതിനിധികൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അത് കൊല്ലം MLA ആയിട്ടുള്ള മുകേഷിനും അതുപോലെ തന്നെ പത്തനാപുരത്ത് നിന്നുള്ള MLAയും മന്ത്രിയുമായ KB ഗണേഷ് കുമാറിനുമെതിരെയാണ് ആരോപണങ്ങളുടെ മുൾമുനെ എത്തിയിരുന്നില്ല. അതിലേറ്റവും കൂടുതൽ രൂക്ഷമായ ലൈംഗിക ആരോപണം എത്തിയത് മുകേഷിനെതിരെയാണ്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുകേഷ് CPMന്റെ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം CPM കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വന്നിരുന്നു. പ്രാദേശിക കേന്ദ്രങ്ങളിൽ നിന്ന്
നിന്ന് പോലും ഉയർന്നു വന്നിരുന്നു. LDFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇടത് ക്യാമ്പുകളിലെ ചില വനിതാ നേതാക്കൾ തന്നെ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ CPMന്റെ മുതിർന്ന നേതാക്കൾ LDF കൺവീനർ അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞായിരുന്നു CPM ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് CPMന്റെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിൽ പ്രധാനമായും എന്തായാലും ഹേമ കമ്മിറ്റി വിഷയത്തിൽ ഉണ്ടാകുന്ന ഈ രാഷ്ട്രീയ ഇടപെടലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലായിരിക്കും ഒരു പ്രധാനമായും ചർച്ചയുണ്ടാകാനുള്ള സാധ്യത. ഈ മുകേഷ് രാജിവെച്ചൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊല്ലത്തേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൊല്ലം CPMന്റെ ജില്ലാ കമ്മിറ്റിക്കുമുണ്ട്, അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഘടകകക്ഷികൾ പോലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് CPI പോലും മുകേഷിന്റെ രാജി വെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ആ ആവശ്യത്തെ മുഖവിലക്കെടുക്കാൻ CPM തയ്യാറാകുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ ആനി രാജി അടക്കമുള്ള നേതാക്കൾ മുകേഷിന്റെ രാജി നിർണായകമായ അത് ആവശ്യമാണ് എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ CPM എടുത്തത് CPIയുടെ സംസ്ഥാന ഘടകം അത്തരത്തിലൊരു തീരുമാനം ആവശ്യവും മുന്നോട്ട് വച്ചിട്ടില്ലല്ലോ എന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് മുകേഷ് രാജിവെക്കുന്നതായിരിക്കും അത് LDFന് കെട്ടുറപ്പിനും LDFന്റെ ഒരു ധാർമ്മികതയ്ക്കും നല്ലത് ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു സംഭാഷണം നടത്തി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ CPIയുടെ സംസ്ഥാന ഘടകം കൂടി ഈ തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ CPMന് വഴങ്ങേണ്ടി വരും. എന്തായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വഴങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യവും കൂടെയാണ് അഖില് നോക്കിക്കാണേണ്ടത്. കാരണം CPMന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ് മുകേഷ്. ഇന്നലെ അവൈലബിൾ കമ്മിറ്റിയെ തന്നെ നമ്മളത് കണ്ടതാണ്. ഉടൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിലായിരുന്നു അവൈലബിൾ കമ്മിറ്റി എത്തിയത്. ഒപ്പം മന്ത്രിമാരും മറ്റ് MLAമാരും അതുപോലെ തന്നെ ഇടത് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യം ഇല്ല എന്ന്. ഇന്ന് ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും അത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എത്ര തന്നെ CPM ഇടഞ്ഞു നിന്നിരുന്നാലും ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ CPI ഇടഞ്ഞു നിന്നിരുന്നാലും ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ CPM തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇന്നലെ വന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും അതേ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ തുടർന്ന് നടപടികൾ CPMന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നത്? അത് തന്നെയാണ് രജനി ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, കാരണം ഇതിൽ പ്രതിപക്ഷത്തിന് മുകേഷിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു ധാർമ്മികമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കാര്യത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് വെച്ചാൽ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം 2007 M വിൽസന്റിനെതിരെ വീട്ടമ്മയുടെ ആരോപണത്തിൽ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു. ഈ വിൽസന്റ് രാജിവെക്കണമെന്ന ആവശ്യം അന്ന് CPMും DYFI ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ വിൽസന്റെ രാജിവെക്കേണ്ടെന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. അതിനുശേഷം 2020 പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ രീതിയിൽ കോളേജ് അധ്യാപിക പരാതി നൽകുന്ന സമയത്തും ഈ നിലപാട് തന്നെയാണ് കോൺഗ്രസ് ആ ഘട്ടത്തിലും തീരുമാനിച്ചത്. അപ്പോൾ പ്രതിപക്ഷം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന സമയത്ത് ഈ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സമരവുമായി രംഗത്ത് കോൺഗ്രസ് ഇറങ്ങിയാൽ അത് വിൽസന്റിന്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും കൂടുതൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം വിൽസന്റിന്റെ ചാർജ് ഷീറ്റും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ ചാർജ് ഷീറ്റും ഒക്കെ തന്നെ കോടതിയിൽ നൽകാൻ വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ചാർജ് ഷീറ്റിൽ കോടതിയിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ തിരിച്ചടിയായി മാറും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറയുന്നത് ധാർമ്മികതയുണ്ടെങ്കിൽ CPM ആണ് മുകേഷിനോട് രാജിവെക്കാൻ പറയേണ്ടത്, അവസാന വാക്ക് പറയേണ്ടത് CPM ആണ് എന്നതാണ് പ്രതിപക്ഷമായാലും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനോടൊപ്പമുള്ള ഘടകകക്ഷികളായാലും മുകേഷിന്റെ കാര്യത്തിൽ പറയുന്നത്. അത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് CPM പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളോ ആയതുകൊണ്ടല്ല. മുകേഷ് അത് കൊല്ലം പോലൊരു സീറ്റ് മുകേഷിനെ കൊണ്ട് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കൊല്ലത്തെ സംഘടനാ സംവിധാനത്തിനും അപ്പുറത്ത് മുകേഷ് നേടിയെടുത്ത ഒരു വിജയം അത് CPMന് അനിവാര്യമായിരുന്ന ഘട്ടത്തായിരുന്നു മുകേഷിന്റെ വിജയം. അതുകൊണ്ട് മുകേഷിനെ അങ്ങനെ കൈവിട്ട് കളയാൻ സാധിക്കാത്ത ഒരു സംഘടനാ സംവിധാനത്തിനും അപ്പുറത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് മുകേഷുമായി കൊല്ലത്തെ പാർട്ടിക്കും സംസ്ഥാനത്തെ CPM പാർട്ടിക്കും ഉള്ളത് കൊണ്ടാണ് മുകേഷിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നിട്ട് പോലും ആ രാജി എന്ന ഒരു ആവശ്യത്തിലേക്ക് CPM കടക്കാതെ പോകുന്നത്. രജനി, വിവാദം കത്തിപ്പടരുകയാണ്. ഒന്നും മുഖം കൊടുക്കാതെ മുകേഷ് ഇന്നലെ തിരുവനന്തപുരത്തെ വസതിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും CPM സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് തുടർന്നത്. CPI ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനത്തെ വാക്ക് രാജി വേണമോ എന്നുള്ള ആവശ്യമൊക്കെ തന്നെ ഉന്നയിക്കാൻ തീരുമാനിക്കും.
ശരി, നമുക്ക് നിരവധി സന്ദേശങ്ങൾ കൂടി വരുന്നുണ്ട്. അതിനിടയിൽ സകല കേസിലും ഗണേഷ് കുമാർ ഉണ്ടല്ലോ എന്ന് ശ്രീ നന്ദനാർ പറഞ്ഞിട്ടുണ്ട്. ഈ ആത്മയെക്കുറിച്ചുള്ള ഒരു പരാമർശം, അതായത് സീരിയൽ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ തുടർ വാർത്തകൾ, നടപടികൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. തൽക്കാലം ഈ പരാതികളൊന്നും ഗണേഷ് കുമാർ ഇല്ല. ഞാനും ഇനി ഈ സീരിയൽ മേഖലയിൽ നിന്ന് അടക്കം പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യത ഈ ഒരു മെസ്സേജ് സൂചിപ്പിക്കുന്നത്. ശരി, എന്തായാലും ഈ കൂടുതൽ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്, പരാതികൾ വരുന്നുണ്ട്. ഇനി കൊച്ചിയിൽ നിന്ന് കൂടി നമുക്കറിയാം, കാരണം അവിടെയാണല്ലോ ഈ മലയാള സിനിമയുടെ ഈറ്റിലം എന്ന് തൽക്കാലം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ രഞ്ജിത്തിനെതിരായ പീഡന പരാതിയുണ്ട്. അതിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഇന്നലെ തുടർച്ചയായി ഇവിടെ അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ വസതിയിലുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. അതിന്റെ വിവരങ്ങളൊക്കെ അറിയാനുണ്ട്. ഇന്നിനി എന്തൊക്കെയായിരിക്കും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നൊക്കെ അറിയാൻ നമ്മളോടൊപ്പം ചേരുന്നത് കിരൺകുമാറാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊച്ചി സജീവമായ ദിനങ്ങളിലൂടെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ മറ്റൊരു സന്ദേശം നമുക്ക് വന്നത് ഒരു പ്രേക്ഷകൻ ശ്രീ രാധാകൃഷ്ണൻ വൈകുണ്ഠം, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം കൂടെ കിരണിനോട് ചോദിച്ചേ മതിയാവൂ. സിനിമാ മേഖലയിലെ നാറുന്ന കഥകൾക്കിടയിൽ അടിച്ചു കയറുന്ന മയക്കുമരുന്ന് ലോബിയെയും മട്ടാഞ്ചേരി മാഫിയയും മാധ്യമങ്ങൾ ബോധപൂർവ്വം വിസ്മരിക്കുന്നു എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ്. കാരണം ഈ ഒരു പരാമർശം ആ റിപ്പോർട്ടിൽ പോലും ഉണ്ടായിരുന്നു. ഈ മയക്കുമരുന്നൊക്കെ ലൊക്കേഷനിൽ എത്തിക്കുന്ന ഒരു കഥ, ഒരു പരാമർശം, ഒരു വാർത്ത കൂടി. അനു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഈ ലൈംഗിക ആരോപണ പരാതികളിലെല്ലാം തന്നെ മൊഴിയെടുപ്പ് വീണ്ടും തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും കൂടുതൽ കേസുകൾ തന്നെ ഒരുപക്ഷെ കൊച്ചിയിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ കേസുകളിൽ പ്രത്യേകിച്ച് ഒരു നടി, ആലുവയിലുള്ള നടിയാണ് ജയസൂര്യ, മുകേഷ് തുടങ്ങിയവർക്കെതിരായിട്ടുള്ള നടന്മാർക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. ഇവർ നൽകിയിട്ടുള്ള പരാതികളിൽ 6 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ്. മറ്റൊന്ന് തിരുവനന്തപുരത്ത്, അത് ജയസൂര്യക്കെതിരായിട്ടുള്ള കേസ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ കേസുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഇന്നലെ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ മൊഴിയെടുപ്പുകൾ നടന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ഈ പാലേരി മാണിക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ബംഗാളി നടിയെ കടന്നുപിടിച്ചു എന്ന പരാതിയിലായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൊഴിയെടുപ്പുകൾ നടന്നിരുന്നു. ഈ കേസിലെ മുഖ്യസാക്ഷി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നത് 15 വർഷം മുൻപാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു സാക്ഷി മൊഴിയൊക്കെ നിർണായകമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഭവത്തിൻ്റെ പ്രധാന വിവരങ്ങൾ അന്ന് അറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ നടി ഈ കാര്യങ്ങൾ ആദ്യം വെളിപ്പെടുത്തിയിരുന്നത് ഡോക്യുമെൻ്ററി സംവിധായകനായിട്ടുള്ള ജോഷിയോടായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം ജോഷിയുടെ വീട്ടിൽ വരികയും പിന്നീട് അവിടെ തങ്ങിയതിന് ശേഷമാണ് അവർ ബംഗാളിലേക്ക് മടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ജോഷിയുടെ മൊഴി ഇന്നലെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. വിശദമായ മൊഴി നൽകി എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജോഷി വ്യക്തമാക്കിയത്. 3 മണിക്കൂറോളം അദ്ദേഹം ഈ മൊഴിയെടുപ്പ് തുടരുകയും ചെയ്തിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ കൂടി കൂടുതൽ വിവരങ്ങൾ തേടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അന്വേഷണ സംഘം അവിടെ നിന്നും പിരിയുന്ന സമയത്ത് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളും ഇദ്ദേഹത്തോട് വ്യക്തമാക്കിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെയെല്ലാം ഇനി രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ അത് കോടതിയിൽ നടക്കേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ മൊഴിയെടുക്കുന്നതിലേക്കടക്കം നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ബംഗാളി നടി സെപ്റ്റംബർ മാസം 10-ാം തീയതി കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അവർ മറ്റൊരു പരിപാടിക്ക് വേണ്ടിയാണ് എത്തുന്നത്. ആ സമയത്ത് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തും എന്നുള്ളൊരു കാര്യം കൂടി നേരത്തെ ജോഷി ഇന്നലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു. അവരേതായാലും 10-ാം തീയതി വരുന്നുണ്ട്. ആ സമയത്ത് മാധ്യമങ്ങളെ വിശദമായി കണ്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി പറയും. മാത്രമല്ല, ഇപ്പോൾ ഈ ആലുവയിലുള്ള നടിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കേസെടുത്തിട്ടുണ്ട്. ഇടവേള ബാബു, മുകേഷ്, മണിയൻപിള്ള രാജു തുടങ്ങിയവർക്കെതിരായിട്ടാണ് കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുള്ളത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർ സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക, ഒപ്പം ഇവരോട് ലൈംഗിക ചൊവ്വയോടുകൂടി ഫോണിൽ സംസാരിക്കുക തുടങ്ങിയ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലെ പല സ്റ്റേഷനുകളിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ മുകേഷിനെ ഇന്നലെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും കൂടുതൽ തെളിവെടുപ്പുകൾ ഈ വിവിധ സ്റ്റേഷനുകളിൽ എടുത്തിട്ടുള്ള കേസുകൾ അതാത് സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ അന്വേഷണം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴിയെടുപ്പുകൾ കൂടി തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, നല്ല മഴയാണോ കിരൺ കൊച്ചിയിലും?
തീർച്ചയായിട്ടും അനു, ഇന്നലെ രാത്രി മുതൽ തന്നെ കൊച്ചിയിൽ കനത്ത മഴ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഉള്ളത്. മഴയെ സംബന്ധിച്ച് നോക്കിയാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ സാധാരണ കൊച്ചിയിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പല സ്ഥലങ്ങളിലും ഈ പ്രത്യേകിച്ച് നഗരഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നിലവിലിപ്പോൾ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതൊരു പക്ഷേ ഇനി ഇതേ രീതിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ കൊച്ചിയിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. തീർച്ചയായും ചെറിയൊരു മഴയിൽ പോലും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ആ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ കിരണിന്റെ കൂടെ ചൂടിയുള്ള നിൽപ്പും ആ ബാക്ക്ഗ്രൗണ്ടിലെ ഒച്ചയും ഒക്കെ കേട്ടപ്പോഴത്തേക്കും ആ കാര്യമാണ് പെട്ടെന്ന് ഓടി മനസ്സിലെത്തിയത്. ശരി, എന്തായാലും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ വാർത്തകളും ഒന്നും കഴിയുന്നില്ല. അതെ, ഇന്നലെ സിദ്ദിഖിന്റെ, അതായത് മസ്കറ്റ് ഹോട്ടലിൽ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാ രേഖകളും സൂചിപ്പിക്കുന്നത് സിദ്ദിഖിനെതിരെ തന്നെയാണ്. സിദ്ദിഖിന് കുരുക്ക് മുറുകുന്ന ഒരു രീതിയിലാണ്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. സിദ്ദിഖിനെതിരായ കേസിൽ ഇന്ന് കൂടുതൽ തുടർ നടപടികൾക്ക് സാധ്യത. ഇതുവരെ ലഭിച്ച തെളിവുകൾ പ്രത്യേക സംഘം വിശദമായിട്ട് പരിശോധിക്കും. ഉടൻ തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ആർ രാജീവ് ഉണ്ട്. രാജീവ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇന്നലെ എന്തായാലും വ്യക്തമായ തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മസ്കറ്റ് ഹോട്ടലിലെ പരിശോധനയിലൊക്കെ തന്നെ ഈ രേഖകൾ, ഡേറ്റ് അടക്കം ഉണ്ട്. എന്തൊക്കെ സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞിരുന്നാലും ആ രേഖകളൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഒപ്പം ഇനി എന്ത് നടപടി സ്വീകരിക്കും? അതിനിടയിൽ സിദ്ദിഖ് കോടതിയെയും സമീപിച്ചിട്ടുണ്ടല്ലോ. നമസ്തേ രജനി, അനു. ഏതായാലും സിദ്ദിഖിന് കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതും ഈ നടി പരാതി നൽകിയ സമയത്തെ രജിസ്റ്ററുകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തത്. ഈ നടിയും അതുപോലെ തന്നെ സിദ്ദിഖും ഒരേ സമയം ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മുറിയെടുത്തത് സിദ്ദിഖാണ്. 3 ദിവസം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് നടി അവിടേക്ക് എത്തിയത്. സിദ്ദിഖിനെ കാണുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്ന നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രിവ്യൂ ഷോയിലും ഇരുവരും പങ്കെടുത്തു എന്നതിന്റെ തെളിവ് കൂടി നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണത്തിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി മുതൽ ഈ കേസ് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ച് ACP ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലുണ്ട്. മാത്രമല്ല, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കേസുകളിൽ തുടരുന്ന ഒരു നടപടി കൂടിയായിരിക്കും ഇത്. സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരുന്നതെങ്കിൽ, 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നെങ്കിൽ ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു എന്നതാണ്. ഏതായാലും സിദ്ദിഖിന്റെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ച ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നിലവിൽ കടക്കുന്നത്. അതൊരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് സിദ്ദിഖ് തന്റെ FIR-ന്റെ പകർപ്പ് ഉൾപ്പെടെ നേടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 1-ൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേക സംഘം ഇന്ന് യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം കൂടി തേടിയാകും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുക. സിദ്ദിഖിന്റെ മുന്നിൽ വെക്കുന്ന ചോദ്യങ്ങൾ പ്രധാനമായും ഈ മസ്കറ്റ് ഹോട്ടലിൽ, അതായത് ഈ നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ മസ്കറ്റ് ഹോട്ടലിലേക്ക് സിദ്ദിഖ് എന്തിനാണ് നടിയെ വിളിച്ചു വരുത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായി സിദ്ദിഖിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, ഈ പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും സിദ്ദിഖിന് മറുപടി നൽകേണ്ടി വരും. അതായത് ഈ പരാതി നൽകിയ നടിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് പ്രത്യേക സംഘത്തിന് കഴിഞ്ഞ ദിവസം തന്നെ ലഭിച്ചിരുന്നത്. ഈ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം പൂർണ്ണമായും ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് SP മധുസൂദന് കൈമാറിയത്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇനി മുതൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല, ഈ നടൻ ജയസൂര്യക്കെതിരെയും ഒരു കേസ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. കന്റോൺമെന്റ് പോലീസാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2008-ൽ നടന്ന സംഭവമാണ്. 2008-ൽ സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച നടൻ ജയസൂര്യ പീഡിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നിലവിൽ കന്റോൺമെന്റ് പോലീസ് നടത്തി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് 2008 കാലയളവിൽ ചിത്രീകരിച്ച സിനിമകളുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. ഈ കത്തിനുള്ള മറുപടിയും ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ജയസൂര്യയ്ക്കും ഉടൻ നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ രീതിയിൽ പ്രധാനപ്പെട്ട 2 നടന്മാർക്കെതിരായ കേസുകളാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ ഒന്ന് നടൻ സിദ്ദിഖിനെതിരായ കേസാണ്. അത് മ്യൂസിയം പോലീസ് ആയിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. ആ അന്വേഷണ സംഘമാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിൽ അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇനി
ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാകും അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം നടത്തുക. ഇതിനൊപ്പം നടൻ ജയസൂര്യക്കെതിരെയുള്ള കേസെടുത്തിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസാണ്. കന്റോൺമെന്റ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. മാത്രമല്ല സിദ്ദിഖ് ഈ എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ചാൽ ഉടൻ തന്നെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇതിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിലെ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. ശരി, എന്തായാലും സിദ്ദിഖിന് കുരുക്ക് മുറുക തന്നെയാണ്. ഇനി സിദ്ദിഖിനെതിരായ തുടർ നടപടികൾ എന്തൊക്കെയാകും ഉണ്ടാവുക? രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയിലെ വില്ലനിസങ്ങൾ അത് നമ്മൾ സിനിമയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ലൈഫിലും ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനിടയിൽ വന്നൊരു സന്ദേശം ശ്രീ പ്രകാശൻ വെലുക്കുട്ടി കമന്റാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഇന്ദിരാഭവനിലെ പീഡനമുറിയെക്കുറിച്ച് അന്വേഷണം വേണ്ടേ എന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചർച്ചയിൽ പോലും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. കാരണം ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഒരു മെല്ലെ ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഒരു പതിയെ ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചിട്ട് പ്രതിഷേധമൊക്കെ നടത്തുന്നു എന്നത് ഈ ഒരു കൊടുക്കൽ വാങ്ങലാണോ അതോ മുൻപെടുത്ത പല നിലപാടുകളും തിരിച്ചു കുത്തുകയാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. അത് വിവാദവുമായിട്ടുണ്ട്. ഈ വരും മണിക്കൂറുകളിലെ തുടർ വാർത്തകളിൽ നമുക്കത് ഉൾപ്പെടുത്താം. അങ്ങനെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇനി എത്താം അല്ലേ? അതെ, പാലക്കാട് നിന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാരണം RSSന്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇത് നാളെ പാലക്കാട് ആരംഭിക്കാനിരിക്കുകയാണ്. അഹല്യ ക്യാമ്പസിലായിരിക്കും ബൈഠക് ഉണ്ടാകുക. 3 ദിവസം ബൈഠക് ഉണ്ടാകും. 33 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുക്കുക. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, സർക്കാർ കാര്യവാഹ് ദത്താത്രേയ ഹോസബിളെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരിക്കും യോഗം നടക്കുക. കേരളത്തിൽ ആദ്യമായാണ് അഖില ഭാരതീയ സമന്വയ ബൈഠക് നടക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ടാണ് സമന്വയ ബൈഠക് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നൊരു സവിശേഷതയുണ്ട്. ഒപ്പം 100ാം വാർഷികത്തിലേക്ക് സംഘടന കടക്കുന്നു. എങ്ങനെയൊക്കെ നോക്കിക്കാണാം? ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? ഇന്നലെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് വിശിഷ്ട അതിഥികളൊക്കെ എത്തിത്തുടങ്ങിയോ? മറ്റു വിവരങ്ങൾ. നമസ്തേ അനു, രജനി. പാലക്കാട് ഏതായാലും ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ ആദ്യമായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ സമന്വയ ബൈഠക് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റന്നാളും, അതായത് 31, 1, 2 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് സമന്വയ ബൈഠക് നടക്കുന്നത്. അഹല്യ ക്യാമ്പസിലെ 88 ഹാളിലാണ് ബൈഠക്. ഇതിനോടകം തന്നെ ബൈഠക്കിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സർസംഘചാലക് മോഹൻ ഭാഗവത് ഉൾപ്പെടെ നേരത്തെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാരിവാഹായ ദത്താത്രേയ ഹൊസബാളെ ഉൾപ്പെടെയുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. കാര്യകർത്താക്കളൊക്കെ ഇതിനോടകം തന്നെ ഈ ബൈഠക്കിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ക്ഷേത്ര സംഘടനകളായ BJPയുടേതായാലും BMSൻ്റേതായാലും ABVP, അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങി 33ഓളം വിവിധ ക്ഷേത്ര സംഘടനകളുണ്ട്. വിവിധ ക്ഷേത്ര സംഘടനകളുടെ എല്ലാം ദേശീയ അധ്യക്ഷന്മാരും അതേപോലെ തന്നെ സംഘടനാ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. വർഷത്തിലൊരിക്കലാണ് ഇത്തരത്തിലൊരു സമന്വയ ബൈഠക്ക് നടക്കാറുള്ളത്, അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് നടക്കാറുള്ളത്. കഴിഞ്ഞ തവണ അത് പൂനെയിലായിരുന്നു നടന്നത്. ഏതായാലും ഇത്തവണ അത് കേരളത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ 3ാമതും അധികാരത്തിലേറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല കേരളത്തിൽ നിന്നുൾപ്പെടെ താമര വിരിഞ്ഞ സവിശേഷമായ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് അടുത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഈ വിപുലമായ സമന്വയ ബൈഠക്ക്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന സമന്വയ ബൈഠക്ക് പാലക്കാട് വെച്ച് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്നുള്ളതാണ്. ഏതായാലും ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമന്വയ ബൈഠക്കിൽ ഈ ഓരോ സംഘടനകളും അവരുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ
അവതരിപ്പിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഭാവി പദ്ധതികൾ, ഭാവി പരിപാടികൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ചർച്ച നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഏതായാലും ഒരു 12:45-ന് 12:45-ന് ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം രാഷ്ട്രീയ സ്വയംസേവക സംഘം വിളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ തന്നെ ഈ ഒരു 12:45-നുള്ള ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കും. എന്തൊക്കെയായിരിക്കും അടുത്ത ദിവസങ്ങളിലെ പരിപാടികൾ എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ 12:45-നുള്ള പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ ഈ അഹല്യ ക്യാമ്പസിൽ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം സംഘത്തിന്റെ സർസംഘചാലകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെറ്റ് കാറ്റഗറി സുരക്ഷയാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് വളരെ പ്രമുഖരായ വിവിധ ക്ഷേത്ര സംഘടനകളുടെയൊക്കെ നേതാക്കളും മറ്റും കാര്യകർത്താക്കളൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ അഹല്യ ക്യാമ്പസിന്റെയും മറ്റു ഭാഗത്തെല്ലാം വലിയ സുരക്ഷയാണ് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ വരുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, ബൈഠക്കിൽ പങ്കെടുക്കാനായി എത്തുന്ന പ്രതിനിധികൾക്ക് അവർക്ക് വേണ്ട താമസത്തിന് വേണ്ട സൗകര്യങ്ങളായാലും ഭക്ഷണ സൗകര്യങ്ങളായാലും മറ്റു കാര്യങ്ങളുടെയൊക്കെ ക്രമീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നാളെ കൃത്യം രാവിലെയാണ് ബൈഠക്ക് ആരംഭിക്കുക. ഇന്ന് വൈകിട്ടോടുകൂടെ തന്നെ എല്ലാ കാര്യകർത്താക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ബൈഠക്കിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചില മെസ്സേജസ് നമുക്ക് വരുന്നത് ഈ കൊൽക്കത്തയിൽ നടക്കുന്ന സംഭവങ്ങൾ കൂടുതൽ കാര്യമായിട്ട് എടുക്കണമെന്നാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലെ സംഭവങ്ങളിൽ. നമുക്കിതിൽ രാജേഷ് പി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്, രാജ്യം മുഴുവൻ കത്തിക്കുമെന്ന ഉഗ്രവാക്കുകളുമായിട്ടാണ് മമത ബംഗാളിൽ ഭരണം തുടങ്ങുന്നത്. മമതയുടെ തനി നിറം പുറത്തായിരിക്കുന്നു പറയുന്നു. ഒപ്പം രാജ്യദ്രോഹിയായ മമതയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്ര കടുത്ത നടപടികളിലേക്ക് പോകുന്നില്ല എങ്കിലും മമതാ സർക്കാർ ചെയ്യുന്ന ദ്രോഹ നടപടികളൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാരും ഒപ്പം ഗവർണറും അതുപോലെ തന്നെ രാഷ്ട്രപതി വരെ ഇതിൽ ഇന്നലെ ഉറച്ച നിലപാടുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീപ്രകാശൻ വെൽക്കുട്ടി രജനിയോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മമതയുടെ വാർത്ത കുറച്ച് ഗൗരവമായി കൊടുക്കണം എന്നത്. അതിനുള്ള ഉത്തരം രചന തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ദിവസവും അതിൻ്റെതായ രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കൃത്യമായിട്ട് ഏറ്റവും ഒടുവിലായി മമതയുടെ വിദ്വേഷ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനെതിരെ ഇപ്പൊ കേസുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിനുള്ള തുടർ നടപടികൾ എന്തൊക്കെയാകും എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഇന്നും നാളെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ റാപ്പിഡ് ന്യൂസ് കണ്ടിട്ടുണ്ട് എങ്കിൽ മനസ്സിലാവും. കാരണം കൊൽക്കത്തയിൽ മാത്രമല്ല പ്രതിഷേധം മറ്റിടങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിലൊക്കെ ഇന്ന് വൈകുന്നേരം പ്രതിഷേധമുണ്ട്. അങ്ങനെ രാജ്യം മുഴുവനും ആ കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെ മരണത്തിൽ നിന്നുള്ള വേദനയിൽ നിന്ന് മുക്തമായിട്ടില്ല. അതിലുള്ള രോഷം ഇപ്പോഴും പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെ മമതാ സർക്കാർ അല്ലെങ്കിൽ പോലീസിനെ വിട്ട് നടത്തിയ കോടതി വരെ ഇടപെടൽ ഉണ്ടായിട്ടും ഇതേ രീതിയിൽ തന്നെയാണ് മമതാ സർക്കാർ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇനി ആ വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ പറയുമ്പോൾ ആ വാർത്തകളൊക്കെ തന്നെ അതീവ ഗൗരവകരമായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി മറ്റേ നോക്കാനുണ്ട്, നമുക്കിത്തിരി പുണ്യ ഇതിലേക്ക് പോകാം. ദർശനം. നമ്മളിപ്പോഴും ഈ ഉത്രാളിക്കാവിനെ കുറിച്ച് പറയുമ്പോഴേ ആ ഒരു വിഷ്വൽ നമുക്ക് മനസ്സിൽ വരുമല്ലോ. പോയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ആ ഒരു ഫീൽ നേരിട്ട് വരും. അല്ലാത്തവർക്ക് ചിത്രങ്ങളിലൂടെ കണ്ട ഒരു അനുഭവം എന്തായാലും ഉണ്ടാവും. കാരണം ഈ പരന്നു കിടക്കുന്ന വയലുകൾക്ക് നടുവിൽ ആ ഒരു ചെറിയ പാതയും അതിൻ്റെ നടുവിലുള്ള ക്ഷേത്രവും. അതെ, എന്തായാലും ഇങ്ങനെ ഒരു വിഷ്വൽ നമുക്കായിട്ട് നൽകുന്നത് പാലക്കാട് നിന്നാണ്. നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വയലുകൾക്ക് നടുവിലായ ഒരു ക്ഷേത്രം. പാലക്കാട് തേനാരി ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശ്രീരാമ ലക്ഷ്മണന്മാരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഹനുമാനും ഗണപതിയും ഉപദേവതകളും ഒക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഐതിഹ്യപ്പെരുമയിൽ പാലക്കാട് ജില്ലയിൽ ഏറെ പേരുകേട്ട ക്ഷേത്രമാണ് തേനാരിയിലെ ശ്രീരാമക്ഷേത്രം. ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ചുള്ള പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് ദർശനത്തിൽ ഇന്ന്. നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന വയലുകൾക്ക് നടുവിലായാണ് പാലക്കാട് തേനാരി ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമലക്ഷ്മണന്മാരാണ് പ്രധാന പ്രതിഷ്ഠ. ഹനുമാനും ഗണപതിയും ഉപദേവതകൾ. പ്രധാന പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി ജടായുവിന്റെ ചെറിയൊരു ശില്പമുണ്ട്. അതിനോട് ചേർന്ന് കല്ലിൽ കൊത്തിയ കാൽപ്പാടുകളും. പ്രധാന പ്രതിഷ്ഠയ്ക്കും കാൽപ്പാടുകൾക്കുമിടയിൽ
ഇരുമ്പുമറയുള്ള ചതുരക്കിണർ കാണാം. അതാണ് ശ്രീരാമതീർത്ഥം. വനവാസകാലത്ത് സീതയെ തേടി വാളയാർ പുഴയുടെ തീരത്തെത്തിയ ശ്രീരാമനും പരിവാരങ്ങളും അവിടെയുള്ളൊരു പാറയിൽ വിശ്രമിച്ചു. പുഴയിൽ മുങ്ങിക്കുളിച്ച ശ്രീരാമൻ മരവുരിയും കൃഷ്ണാജിനവും എടുത്തുകൊണ്ടുവരാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. പലവിധ ചിന്തകളായിരുന്ന ലക്ഷ്മണൻ ജ്യേഷ്ഠൻ എടുത്തുകൊള്ളൂ എന്ന് മറുപടി നൽകി. അപ്പോൾ ഒരശരീരി കേട്ടു. ശ്രീരാമന്റെ വാക്കുകൾ നിരസിച്ചതിനാൽ ലക്ഷ്മണൻ ഇനി ജ്യേഷ്ഠനെ സേവിക്കാൻ യോഗ്യനല്ലെന്നും ഗംഗാതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് കാശി വിശ്വനാഥനെ വന്ദിച്ചു വന്ന രാമപാദങ്ങളിൽ വീണാൽ മാത്രമേ ചെയ്ത പാപം തീരുകയുള്ളൂവെന്നും ഈ സമയം അവിടെ എത്തിയ ജ്ഞാനശ്രുതി മഹർഷി പറഞ്ഞതനുസരിച്ച് ശ്രീരാമൻ തൊടുത്ത അമ്പ് ഭൂമി തുളച്ചുപോയി ഗംഗയെ കൊണ്ടുവന്നു. ആ ഗംഗയിൽ സ്നാനം ചെയ്ത് ലക്ഷ്മണൻ പാപമുക്തനായി. ഇതാണ് രാമതീർത്ഥം എന്നാണ് ഐതിഹ്യം. തേനാരി ശ്രീരാമക്ഷേത്രം ഒരുപാട് പഴക്കം ചെന്നൊരു അമ്പലമാണ്. ദ്വാരായുഗത്ത് ശ്രീരാമലക്ഷ്മണന്മാർ ഈ വഴി വരികയും ഈ കുറച്ചു കാലം ഈ ഭാഗത്ത് താമസിച്ചായി ഇവിടെ ചങ്കിയേക്കറപ്പാറ അവിടെ ഇരുന്ന് താമസിച്ച സമയത്ത് ഈ അടുത്തൊരു പുഴയുണ്ട്, കോരയാർ പുഴ. അവിടെ കുളിക്കാൻ വേണ്ടി സമയത്ത് രാമൻ്റെ വസ്ത്രം എടുക്കാൻ വേണ്ടി ലക്ഷ്മണനോട് ആജ്ഞാപിക്കുമ്പോൾ പലവിധ ചിന്തയിലായിരുന്ന ലക്ഷ്മണൻ അത് കേട്ടില്ല. അപ്പോൾ ജ്ഞാനശ്രുതി എന്ന മഹർഷീൻ്റെ അശ്രീതി പ്രകാരം ശ്രീരാമനെ സേവിക്കാൻ ആകില്ല എന്നും അങ്ങനെ ലക്ഷ്മണ പാപം കിട്ടണു. അതിന് പോകുമ്പോഴേക്ക് ജ്ഞാനശ്രീ മഹർഷി അശ്രീതി പ്രകാരം ഈ മധ്യാരണീശ്വരന് വന്ന് ഈ മധ്യാരണി ശിവക്ഷേത്രമുണ്ട്, മധ്യാരണീശ്വരനെ വന്ന് വഴങ്ങുകയും ഇവിടെ ബ്രഹ്മകുണ്ഡങ്ങളും ഹോമങ്ങളൊക്കെ നടത്തി അത് വന്ന് ശ്രീരാമൻ അമ്പെയ്ത് കാശി തീർത്ഥത്തിന് അവിടെ വരവഹിച്ചതായും ഇതിൽ കുളിച്ച് സ്നാനം ചെയ്ത് ലക്ഷ്മണന്റെ പാപമുക്തി കിട്ടിയതാണ് ഒരു ഐതിഹ്യം. തേനാരിയിൽ താമസിച്ച വേളയിൽ രാമലക്ഷ്മണന്മാർ പിതൃതർപ്പണം നടത്തി പിതൃക്കൾക്ക് മോക്ഷം നൽകിയതായും കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തീർത്ഥക്കരയിൽ പിതൃതർപ്പണം നടത്തിയാൽ പിതൃദോഷങ്ങൾ വിട്ടൊഴിയുമെന്നാണ് വിശ്വാസം. തന്റെ വാഹനമായ കാക്കയെ തീർത്ഥക്കരയിൽ ശനി കാവൽ നിർത്തിയിട്ടുണ്ടെന്നും രാമതീർത്ഥത്തിൽ കുളിക്കുന്നവർക്ക് ശനിയുടെ ദോഷം അകന്നു പോകുമെന്നും വിശ്വാസമുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടത്താം എന്നതാണ് പ്രത്യേകത. കറുത്തവാവ് ദിവസം 1500 മുതൽ 2000 പേർ വരെ ബലിയിടാനെത്തും. കന്നിമാസ കറുത്തവാവ്, തുലാമാസ കറുത്തവാവ്, മകരമാസ കറുത്തവാവ് എന്നീ ദിവസങ്ങൾ ബലിതർപ്പണത്തിന് വിശേഷമാണ്. ദിവസങ്ങളും ഇവിടെ കാലത്ത് ബലിതർപ്പണം നടത്താറുണ്ട്. കാലത്ത് 6 മണി തൊട്ട് 9:30 വരെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എല്ലാ ദിവസങ്ങളും എല്ലാ കറുത്തവാവ്, വെളുത്തവാവ് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളും അന്നദാനം നടത്താറുണ്ട്. പിന്നെ ശ്രീരാമനവമി 10 ദിവസം ആഘോഷിക്കാറുണ്ട്. കർക്കിടക 32 ദിവസവും അന്നദാനത്തോടുകൂടി രാമായണ പാരായണങ്ങൾ നടത്താറുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് കാളയുടെ രൂപമുള്ള ശില്പത്തിന്റെ വായിലൂടെ രാമതീർത്ഥത്തിൽ നിന്നുള്ള ജലം എപ്പോഴും ഒഴുകുന്നതും പ്രത്യേകതയാണ്. കാളവായിലൂടെ ഒഴുകുന്ന ഈ തീർത്ഥത്തിൽ കുളിച്ചാൽ ഗംഗയിൽ കുളിച്ച പുണ്യം കിട്ടുമെന്നാണ് വിശ്വാസം. കാശിയിൽ പോണ്ട ഈ ഗംഗാജലത്തിൽ കുളിച്ചാൽ സർവ്വരോഗ നിവാരണയാണ്. ഈ തീർത്ഥം ഒരുപാട് തമിഴ്നാട്ടിലേക്ക് എല്ലാ ദേവസ്ഥാനത്തേക്കും ഈ ഗംഗാജലമാണ് കൊണ്ടുപോകുന്നത്. ഈ തീർത്ഥക്കുളം ഇതും വളരെയധികം പുണ്യമാണ്. ഇതിൽ കുളിച്ചാലും സർവ്വപാപങ്ങളുടെ ഇതും തീരും എന്നാണ് ഐതിഹ്യം. രാമായണ മാസത്തിൽ പ്രത്യേക പൂജകളും രാമായണ പാരായണവും കർക്കിടകക്കഞ്ഞി വിതരണവുമെല്ലാം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഈ അടുത്തായി നവീകരിച്ച ക്ഷേത്രം കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും. തേനാരി ശ്രീരാമക്ഷേത്രത്തിന്റെ ഐതിഹ്യവും വിശേഷങ്ങളും ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാം. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. വീണ്ടും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട
വിവരങ്ങൾ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ എത്തുന്നത്. കാരണം തലക്കെട്ടുകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കാരണം നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് എന്ന വാർത്ത. കഴിഞ്ഞ ദിവസവും സമാനമായി കേസ് ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു ജയസൂര്യക്കെതിരെ. എന്തായാലും വീണ്ടും കേസായിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിനിയായ നടി കരമന പോലീസിലാണ് ഇത്തവണ പരാതി നൽകിയിരിക്കുന്നത്. കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസിന് കൈമാറും എന്നതാണ് വിവരം. കാരണം തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് പരാതി. രാജീവ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായിട്ട്. രാജീവ്, നേരത്തെ രാജീവ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയാണ് എന്ന്. സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ജയസൂര്യക്കെതിരെ വീണ്ടും പരാതി, ലൈംഗിക പീഡനാരോപണ പരാതി ഉയർന്നു വന്നിരിക്കുന്നതാണ്. നേരത്തെ ഒരു പരാതിയിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു ജയസൂര്യക്കെതിരെ. ഇന്നിപ്പോൾ ഈ ഒരു പരാതി കൂടി വരുമ്പോൾ കൂടുതൽ പരാതികൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ കാര്യവും കൂടെ ഇനി നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. രജനി, തീർച്ചയായും നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ കേസുകൾ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കരമന പോലീസ് രണ്ടാമത്തെ കേസ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണ് ജയസൂര്യക്കെതിരെ ഉള്ളത്. കന്റോൺമെന്റ് പോലീസ് നേരത്തെ ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. തുടർന്നാണ് കരമന പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി ലഭിക്കുകയും നടിയുടെ മൊഴി കരമന പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിനുശേഷമാണ് രാത്രിയോടുകൂടി ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് കൂടുതൽ അന്വേഷണത്തിനായി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു നൽകും. കാരണം തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷന് കൈമാറുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. നടിയുടെ മൊഴി ഇതിനകം തന്നെ കരമന പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ പകർപ്പും തൊടുപുഴ പോലീസിന് കൈമാറുന്നുണ്ട്. ഇതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘവും നടിയുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ ജയസൂര്യ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ജയസൂര്യയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാലതാമസം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അമേരിക്കയിൽ നിന്ന് ജയസൂര്യ മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ജയസൂര്യയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കന്റോൺമെന്റ് പോലീസും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ച് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനെതിരെ ശുചിമുറി വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ജയസൂര്യക്കെതിരായ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പൊതുഭരണ വകുപ്പിന് പോലീസ് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ രേഖകൾ ഉൾപ്പെടെ ഇന്ന് ലഭിക്കുന്നുണ്ട്. ഈ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാകും ജയസൂര്യയെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ജയസൂര്യയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരെ ലഭിച്ചിരുന്നു. ഈ നടി പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ ആ തീയതികളിൽ, അതായത് നടി പറയുന്ന തീയതികളിൽ തന്നെ മസ്കറ്റ് ഹോട്ടലിൽ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററുകൾ പരിശോധിച്ചപ്പോഴാണ് സിദ്ദിഖ് 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസത്തിൽ ഒരു ദിവസം, അതായത് നടി പറയുന്ന ഒരു ദിവസം അവിടേക്ക് നടി എത്തിയെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകൾ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റുവാങ്ങിയ പോലീസ് ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗവും ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് സിദ്ദിഖിനെതിരായ കേസ് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം നടത്തുക. അതിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരിന്ന് യോഗം ചേരുകയും സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഏതായാലും സിദ്ദിഖിന് കുരുക്ക് മുറുകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പിന്നാലെയാണ് നടൻ ജയസൂര്യക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതും കൂടുതൽ കേസുകൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് ഈ കേസുകളെല്ലാം എടുത്തിരിക്കുന്നത്. രാജീവ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെയുണ്ട്. കാരണം ഇന്നലെ മൊത്തം പോലീസ് സുരക്ഷയിലായിരുന്നു തിരുവനന്തപുരത്തെ മുകേഷിന്റെ മാധവം എന്നുള്ളൊരു വീട്. ഇന്ന് രാവിലെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും പോലീസ് അകമ്പടിയോടുകൂടെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൊച്ചിയിലേക്ക് പോകുന്നതിന് പ്രധാന കാരണം തന്നെ അവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ അവിടെയാണ്. ഇപ്പോൾ കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ, ഒന്ന് ഈ രാജിയിലേക്ക് നീങ്ങണമെന്നുള്ള പ്രതിഷേധം ശക്തമായിരിക്കുന്നതിനിടയിലാണ് ഈ 2ാം ദിവസം മുകേഷിന്റെ യാത്ര പോലീസ് അകമ്പടിയോടുകൂടി. എങ്ങനെ നോക്കിക്കാണാം? രജനി, തീർച്ചയായും കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ മാധവം എന്ന തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു മുകേഷ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയിരുന്നില്ല. വൈകിട്ടാണ് അദ്ദേഹത്തിന് 5 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടായത്. ഏതായാലും അതിനുശേഷം ഇന്ന് രാവിലെയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം പുലർച്ചെ തന്നെ കൊച്ചിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അഭിഭാഷകരുമായി കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്താനാണ് ഈ യാത്രയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുകേഷിനെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുകേഷിന്റെ കൊല്ലത്തെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും വസതിയിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലൊക്കെ പ്രതിഷേധ മാർച്ചുകൾ ഉണ്ടാകുകയും
ഉണ്ടാവുകയും സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് മുകേഷിന്റെ 2 ജില്ലകളിലെയും വസതികൾക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തിറങ്ങാൻ തയ്യാറാവുകയോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിരുന്നില്ല. അതിന് പകരമായി അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത്. മുകേഷ് നിരപരാധിയാണ്, അത് തെളിയിക്കുന്ന തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം ഏതായാലും കോടതിയെ സമീപിച്ച് കോടതി 5 ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള തുടർ നടപടികൾ അഭിഭാഷകരുമായി ചർച്ച ചെയ്യും എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് പോലീസ് അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും മുകേഷ് രാജിവെക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അത് കാരണമായി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസം EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസിന്റെ 2 MLA-മാർക്കെതിരെ നേരത്തെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് 2017-ലും 2022-ലുമാണ് സമാനമായ ആരോപണങ്ങൾ ഉയർന്നത്. അന്ന് പീഡനക്കേസിൽ ഒരു MLA അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. 1 മാസം ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും കോൺഗ്രസിന്റെ ആ MLA രാജിവെച്ചിരുന്നില്ല. പക്ഷേ ആ കാലയളവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്നും MLA-യുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറന്നുകൊണ്ടാണ് മുകേഷ് രാജിവെക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴും ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ കൊല്ലം ജില്ലാ നേതൃത്വം CPM-ന്റെ കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. മുകേഷ് ഒഴിയുന്നതാണ് നല്ലതെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. CPI-യും സമാനമായ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് CPM എല്ലാ തരത്തിലും മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടെയാണ് മുകേഷ് ഏതായാലും തിരുവനന്തപുരം വിട്ടിരിക്കുന്നത്. കൊച്ചിയിലേക്കാണ് യാത്രയെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. അതേസമയം തന്നെ നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. രജനി, ശരി. എന്തായാലും കൂടുതൽ കേസുകൾ, കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജയസൂര്യക്കെതിരെയും തിരുവനന്തപുരത്ത് വീണ്ടും രണ്ടാമതൊരു പരാതി കൂടെ. മാത്രമല്ല രജനി പറഞ്ഞൊരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇന്നലെ മുഴുവനും മുകേഷിന്റെ വീടിന് മുമ്പിൽ മാധ്യമങ്ങൾ അടക്കമുള്ളവരുണ്ടായിരുന്നു. വെറും ഒരു നടന് മാത്രമായിരുന്നു എങ്കിൽ അതങ്ങനെ തന്നെ വിടാമായിരുന്നു. പ്രതികരിക്കണമോ വേണ്ടയോ എന്നത് ഒരു പൗരന്റെ സ്വാതന്ത്ര്യമായിട്ട് വിവേചനമായി നമുക്ക് കണ്ടു മാറ്റി നിർത്തായിരുന്നു. പക്ഷെ ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഇപ്പോൾ ലോക്സഭയിലേക്ക് വരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോഴും നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ധാർമ്മികത എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുമ്പോൾ ആ ധാർമ്മികത വേണമെന്ന് പറയുന്ന ആളുകളാണ് ഈ ഇടത് സംഘടനാ പ്രവർത്തകർ, ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഈ പരാതികളുമായിട്ട് ബന്ധമില്ലെങ്കിലും നിയമസഭാ കയ്യാങ്കളി കേസൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. ശരി, രജനി പറഞ്ഞ പോലെ തന്നെ ഈ പ്രതിപക്ഷത്തിനോട് ആവുമ്പോൾ മറ്റൊരു നയവും സ്വയം ആവുമ്പോൾ വേറൊരു നയവും, ഈ നയം അല്ലെങ്കിൽ ഈ ഒരു ഇരട്ട തപ്പാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികവുമാണ്. അതുകൊണ്ട് ജനപ്രതിനിധിക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് പീഡന പരാതി ആയതുകൊണ്ട് തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് മുമ്പിലെങ്കിലും അതിലൊരു എക്സ്പ്ലനേഷൻ നൽകാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ധാർമ്മികത ഉണ്ട് എന്നത് ഉറപ്പ്. സ്ത്രീപക്ഷ നിലപാടുമായിട്ട് മുന്നോട്ട് എന്ന് പറഞ്ഞ് രണ്ടാമത് അധികാരത്തിലേറിയ സർക്കാരാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചതെന്നുള്ള കാര്യം ഓർമ്മിക്കണം. ഈ പീഡന പരാതികൾ വന്നിട്ട് പോലും ജനപ്രതിനിധിയായ മുകേഷിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തത്. എന്തായാലും ഈ തുടർ വാർത്തകളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നിർണായകമായ ഒരു ദിവസം തന്നെയാണ് മുകേഷിനെയും സിദ്ദിഖിനെയും ഒക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം. ശരി, നമുക്കിനി മറ്റ് വാർത്തകൾ, ദേശീയ വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എത്തുന്നത്. കാരണം അസമിൽ നിന്നുള്ള വാർത്ത, മുസ്ലിം വിവാഹ നിയമം പൊളിച്ചെഴുതിയിരിക്കുകയാണ് അസമിലെ BJP സർക്കാർ. 18 വയസ്സിന് താഴെയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹം തടയുന്നതാണ് പുതിയ നിയമം. മുസ്ലിം വിവാഹവും വിവാഹമോചനവും സർക്കാർ തലത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അത് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതെന്നാണ്, ഇപ്പോൾ അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്ന വാർത്ത. ഗൗതം അനന്തനാരായൺ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. ഗൗതം, ആദ്യം ഈ ബില്ലിൽ അല്ലെങ്കിൽ നിയമത്തിൽ ഉള്ളത് എന്തൊക്കെയാണ്? പ്രധാനമായും ഈ പുതിയതായി വന്നിരിക്കുന്ന ബില്ലിലകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ഒന്ന്, ഈ മുസ്ലിം വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും മിക്ക സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതായത് മുസ്ലിം മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ നടത്തി വിവാഹം ഉറപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിവാഹ മോചനമാണെങ്കിലും അത് മത നേതാക്കളുടെ നേതൃത്വത്തിൽ ഇത് നടക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ മുത്തലാഖൊക്കെ പോലെയുള്ള ഒത്തിരി സംഭവങ്ങൾ, വ്യാപകമായ മുത്തലാഖുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബഹുഭാര്യത്വം ഒരു സ്ഥിരം സംഭവമായി മുസ്ലിം സമൂഹത്തിനിടയിൽ മാറുകയും ഒക്കെ ചെയ്തത് ഈ 1935-ലെ മുസ്ലിം വിവാഹ നിയമം അതിനെ കൃത്യമായി തന്നെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ ആ നിയമമാണ് അസോമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ പൊളിച്ചെഴുതിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് അസോമിലെ BJP സർക്കാർ. ഇതോടുകൂടി
മുസ്ലിം വിവാഹവും അതോടൊപ്പം തന്നെ വിവാഹ മോചനവും ഇനിയും നിർബന്ധമായും സർക്കാരിന് കീഴിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന നിലയിലാണ് ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യവസ്ഥ, മുസ്ലിം പെൺകുട്ടികൾ, അത് പ്രായപൂർത്തിയാവാത്ത, പ്രത്യേകിച്ച് 18 വയസ്സിന് താഴെയുള്ള മുസ്ലിം പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം പൂർണ്ണമായി തന്നെ തടയുന്നതാണ് ഈ ബില്ല്. കാരണം മുസ്ലിം സമൂഹത്തിനിടയിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ, അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ +2-ലും അതല്ലെങ്കിൽ കോളേജിലുമൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ കൊച്ചുകുട്ടികളെ വളരെ ബോധപൂർവമായി വിവാഹം കഴിപ്പിച്ചു വിടുന്നു. പിന്നീട് വളരെ കൊച്ചുകുട്ടികൾ മറ്റു വീടുകളിൽ ചെന്ന് കൊടിയ പീഡനങ്ങൾ നേരിടുന്നു. ഇതൊരു നിത്യസംഭവമായി, പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അത്തരം സംഭവങ്ങളുണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിനിടയിൽ അത് വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ മൈനറുകളെ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിവാഹം ചെയ്യുന്നത് പൂർണ്ണമായി തന്നെ തടയുന്നു ഈ നിയമം. അതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ 21 വയസ്സിന് താഴെയുള്ളവരുടെ വിവാഹവും പൂർണ്ണമായി തടയുന്നതാണ് ഈ അസം സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് എന്നുള്ളതാണ്. എന്തായാലും ഈ ബില്ലിനെ ഒരു വിഭാഗം തീവ്ര ഇസ്ലാമിക സംഘടനകൾ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അസാമിലൊക്കെ AIUDF പോലെയുള്ള മുസ്ലിം സംഘടനകളുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ പിന്തുണയോടുകൂടി ബദ്രുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള AIUDF പ്രവർത്തിക്കുന്നത്. അത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ കൂടാതെ AIMIM ഇങ്ങനെയുള്ള സംഘടനകൾ ഈ ബില്ലിനെ എതിർക്കുന്നുവെങ്കിലും പൊതുവെ പൊതുസമൂഹവും അതോടൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകളും അസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനു, ശരി, നമുക്കിനി മറ്റു സെഗ്മെന്റുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു ഇടവേള അനിവാര്യം. വേഗത്തിൽ മടങ്ങിയെത്താം. നമ്മുടെ സെഗ്മെന്റായ സോഷ്യൽ സ്കൂപ്പാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിലേക്ക് സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എന്തൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് പരിശോധിക്കാം. ആദ്യത്തേത്, അതായത് ഈ കേന്ദ്ര സർക്കാർ വികസന കുതിപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ് ഇന്ത്യൻ.com എന്നുള്ള ട്വീറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. 28,600 കോടിയാണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 10 ലക്ഷം പേർക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ നൽകുന്നതും കയറ്റുമതി പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. കാരണം കേരളത്തിലെ പാലക്കാട് അടക്കം 10 സംസ്ഥാനങ്ങളിലെ 12 ഇടങ്ങളിൽ ഈ വ്യാവസായിക കുതിപ്പിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടും അതിനുള്ള നടപടിക്രമങ്ങളും, എന്തായാലും പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി ആകാൻ പോകുന്നത് തന്നെയാണ് ഒരുപക്ഷെ മലയാളികളായ നമുക്ക് ഇതിൽ ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്ന തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. വിവിധ ഇടനാഴികൾ ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ 2030 ഇന്ത്യയിൽ നിന്ന് 2 ട്രില്യൺ കയറ്റുമതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വഹിക്കുന്നതെന്നാൽ മോദി സർക്കാരിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ് ഈ 12 ഇടങ്ങളിലായി ഒരുങ്ങുന്ന സ്മാർട്ട് സിറ്റികൾ. നേരിട്ട് 10 ലക്ഷം പേർക്ക്, നേരിട്ടല്ലാതെ ഈ 30 ലക്ഷം പേർക്കാണ് തൊഴിൽ ഒരുങ്ങുന്നത് എന്നത് കൂടി ഓർക്കുക. അടുത്തത് കാണാം. ഇന്ത്യൻ കോമ്പസിന്റെ തന്നെ മറ്റൊരു ട്വീറ്റാണ്. SDPA ഒബ്ജക്ട്സ് ടു സ്ട്രീറ്റ് ലൈറ്റ്സ് വിത്ത് ഹിന്ദു സിംബൽസ് അറ്റ് ലോർഡ് ഹനുമാൻസ് ബർത്ത് പ്ലേസ് ഗംഗാവതി. കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് ഓർഡേഴ്സ് റിമൂവൽ എന്ന വാർത്ത ട്വീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. വാർത്ത ഇതാണ്: ഈ കർണാടകയിൽ ലോർഡ് ഹനുമാന്റെ ബർത്ത് പ്ലേസ് ആയിട്ട് നമ്മൾ കരുതി പോകുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് പോകുന്ന ഗംഗാവതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഹിന്ദു സിംബൽസ് ഒന്നും പാടില്ല എന്ന് SDPA കത്ത് നൽകി കർണാടക സർക്കാരിന്, സിദ്ധരാമയ്യ സർക്കാരിന്. അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് പരിശോധിക്കാമെന്ന് തിരിച്ച വാക്കും കൊടുത്തിട്ടുണ്ട്. ഈ സംഭവമാണ് ഇപ്പോൾ ട്വീറ്റായിട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വർഗീയ ശക്തികൾക്ക് കുട പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തന്നെ പല പ്രാവശ്യം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ SDPA അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി സർക്കാരിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യൻ കോൺഗ്രസ് തന്നെ അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. കാരണം whenever Congress is in power, Hindus will become second class citizens in their own homeland എന്നുള്ള കാര്യം അതെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം ഭൂപ്രദേശം അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് 2ാം പൗരന്മാരാവേണ്ട ഒരു അവസ്ഥയാണോ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ ഹിന്ദുക്കൾക്കുള്ളത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വകുപ്പാണ് ഈ ഇന്ത്യൻ കോൺഗ്രസ് ഈ ട്വീറ്റ് വഴി നൽകിയിരിക്കുന്നത്. ഇനി വിലയിരുത്തേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ഒക്കെ ജനങ്ങളാണ്. ഇനി മറ്റു വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എത്തുന്നത് വിഴിഞ്ഞത്തേക്കാണ്. കാരണം രണ്ടാമത്തെ വലിയ മദർഷിപ്പാണ്. പക്ഷേ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന രണ്ടാമത്തെ വലിയ മദർഷിപ്പായിട്ട് മാറുകയാണ്. ചരിത്ര നിമിഷം കുറിച്ചത് സാൻ ഫെർണാണ്ടോ എത്തിയതും നമ്മൾ ആഘോഷമാക്കിയതാണ്.
ഇനി അടുത്ത് വീണ്ടും ഒരു കപ്പൽ കൂടെ വരുന്നുണ്ട്. അതിന്റെ വിശേഷം പ്രാവശ്യം എത്തുന്നത് ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പലായിരുന്നു. ഇത്തവണ ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ് എത്തുന്നത്. MSCയുടെ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. ഡെയ്ല എന്നാണ് കപ്പലിന്റെ പേര്. ആഫ്രിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മുംബൈ തീരത്ത് എത്തിയിരുന്നു. അതുവഴിയാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം നടത്താനിരിക്കുകയാണെന്നുള്ളത് മറക്കണ്ട. പക്ഷേ പരീക്ഷണാടിസ്ഥാനത്തിൽ കൂറ്റൻ മദർഷിപ്പുകൾ ഓരോന്നായി തീരത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇന്ന് വരുന്ന കപ്പലിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ടിൻഡു ദാസ് ആണ്. ടിൻഡു, എപ്പോഴത്തേക്കാണ് ഈ മദർഷിപ്പ് എത്തുന്നത്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? വിവരങ്ങൾ. രജനി, ഗുഡ് മോർണിംഗ്. ഈ MSC ഡെയ്ല എത്താനായിട്ട് വൈകുന്നേരം 5 മണിയോടുകൂടി കപ്പൽ തീരത്ത് നങ്കൂരം വിടുമെന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. നമുക്കറിയാം ഇന്ന് സംസ്ഥാനത്ത് അതിരൂക്ഷമായ മഴയാണ്. ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണം എത്തുന്ന സമയത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSC ഡെയ്ല എന്ന കൂറ്റൻ മദർഷിപ്പാണ് ഇന്ന് വിഴിഞ്ഞം തീരത്ത് നങ്കൂരം ഇടുന്നത്. 336 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് തീരത്തേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 13,988 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. നമുക്കറിയാം ഏറ്റവും അവസാനമായി വന്ന സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ഏറ്റവും വലിയ കപ്പൽ. സാൻ ഫെർണാണ്ടോ ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ കപ്പലാണ്. 2000 കണ്ടെയ്നറുകളുമായിട്ടാണ് സാൻ ഫെർണാണ്ടോ തീരത്തെത്തിയത്. 1960 കണ്ടെയ്നറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തീരത്തിറക്കിയിരുന്നു. ഇന്ന് എത്തുന്ന MSC ഡെയ്ലയ്ക്ക് 13,988 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഈ MSC ഡെയ്ലയോടൊപ്പം തന്നെ മറ്റ് ഫീഡർഷിപ്പുകളും എത്തുന്നുണ്ട്. ഇവിടെ ഇറക്കുന്ന ചരക്ക് ഈ ഫീഡർഷിപ്പുകൾ വഴി മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അടുത്ത മാസം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ചരക്ക് വിനിമയം കാര്യപ്രാപ്തിയാക്കുക അല്ലെങ്കിൽ കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റവും വലിയ കപ്പലുകൾ തീരത്തേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും നബാർഡുമായി ചേർന്നുകൊണ്ട് 2000 കോടി രൂപയുടെ വായ്പാ കരാറിന് ഒപ്പിട്ടിട്ടുണ്ട്. 2000 കോടി രൂപ എന്ന് പറയുമ്പോൾ ബ്രേക്ക് വാട്ടർ സിസ്റ്റം, അതോടൊപ്പം തന്നെ തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, റെയിൽ പദ്ധതികൾ, അതോടൊപ്പം തന്നെ റോഡ് പദ്ധതികൾ ഇവയൊക്കെ പൂർത്തിയാക്കാനായിട്ടായിരിക്കും ഈ തുക ഉപയോഗിക്കുക. എന്തായാലും അതിവേഗം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ വികസനമാണ് എന്നതിൽ തർക്കമില്ല. മദർഷിപ്പുകൾക്ക് നങ്കൂരം വിടാൻ പറ്റുന്ന ഏറ്റവും നല്ല തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു. എത്രത്തോളം വികസന പർവ്വത്തിലാണ് രാജ്യം എന്നതിനും വേറെ എന്ത് ഉദാഹരണം. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നോക്കാനുണ്ടല്ലോ. കേരള സർക്കാരിന്റെ ഉൾപ്പെടെ പിന്തുണയോടെയാണ് കട്ടിംഗ് സൗത്ത് പ്രചരണം ആരംഭിച്ചതെന്ന ഓർഗനൈസർ മാസിക ചീഫ് എഡിറ്റർ പ്രഫുല്ല ഖേദ്കർ. അംബേദ്കർ പോലും തള്ളിക്കളഞ്ഞ ആര്യ ദ്രാവിഡൻ തത്വം ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടു നടക്കുകയാണ്. വിഭജനത്തെ പിന്തുണച്ച ഏക രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് പരിപാടിയുടെ ഭാഗമായി ഓർഗനൈസർ ചീഫ് എഡിറ്റർ പ്രഫുൽ ഖേദ്കർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം വിശദമായി എന്തുകൊണ്ട് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന് നമ്മളോട് വിശദീകരിക്കും. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായും ആദ്യം ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. സർ, definitely the conclave is concluded now and we have concentrated on the bridging south idea. Why the bridging south and what is lacking? What is the gap to create a bridge here? I don't see there is a gap, but since in Kerala with direct and indirect support of Kerala government, even some outside agencies, the way Cutting South conclave was organized, and the idea of South India is different, South India is separate, South India has a different culture, South India has different languages, South India is economically separate from North. That kind of narrative is systematically built. Many papers are coming out on it, many debates and many social media posts are coming on it. So it's a deliberate attempt. See, culturally, spiritually, we have been one since ages. What has changed? It's the process of colonization. Please try and understand, the northern part faced a lot of physical attacks and aggression from the western front, whether Arab, Turks, Mongols, or even before that Greeks and Huns.
What we have faced on the southern part is mainly the European aggression. Initially the Portuguese, then the Dutch, and then the British. To some extent even French. So the process of colonization has been different, and that's why our responses and the process of development has been different. That doesn't mean that we are independent states, independent nations. What we have created, otherwise, pre-British era, we should have fought on linguistic lines. We never fought on linguistic lines. Historically, we always had many more languages, many more texts, many more translations, many more cross-translations, and we all celebrated that. So diversity of all these things and still realizing inherent unity was unique sense of Bharat. And I believe that Kesari, through this kind of conclave, is trying to address this political, academic and media challenge, how to bring in this integrationist discourse, because your freedom, your free speech cannot be at the cost of national integration and propagating such faulty ideas. So I see this Bridging South conclave is a great initiative to bring people from different walks of life together and talk about the integrationist idea of Bharat. You have stated in your conversation, in your discussion, you have stated very clearly that from 1920 itself, the beginning of disintegration has happened, and the integration is only because of the tax collection process by the British government. Such kind of narratives were happened. So, what you have to express, what you have the factors to express, that it is an intention begun from 1920. See, what British basically tried to do is, British said that before we arrived, and we are the ones who come here to civilize you, so before us you were not a nation. If we were not a nation, why Portuguese and French formed the company called East India Company? They should have called the East Calicut Company, East Bengal Company. Why they called East India Company? So idea of India was already there. They knew that very well, but they wanted to rule us, so they created divisive identities. So they said, you were never a nation. Unfortunately, the communist ideology, which doesn't believe in the idea of nation itself, they believe only in class struggle, they believe only in struggle, they believe in the ideology of violence. Whatever mask they wear, the fact is, historical fact is, the Stalins and Maos and Pol Pots have killed more people than even Hitler. So they are equally communist, equally fascist and equally violent. The problem is they never believed that there is something called unified India. And because of these two ideologies, the British colonial ideology and communist colonial ideology, academically and intellectually we have created perception that as if there was nothing before British came. Right from pre-Vedic eras till our Bhakti movement, our literature, our fight and resistance against the foreign invasion, every time the idea of Bharat was proclaimed, and very vociferously proclaimed, whether it is Chhatrapati Shivaji Maharaj, whether it is Velu Nachiyar, whether even the Manavikrama dynasty, which is popularly known as Zamorin, the Samudrin kings. What are they fighting for? What was Travancore doing? It was basically they were fighting for the idea of Bharat. But the difference was we were a unified nation and a decentralized state. Our state models, our governance models were very decentralized, as per our needs, as per the local requirement, as per the climatic conditions. What British did, British reversed the process. British centralized the state, because in Europe they had that concept, church versus state, and the idea of secularism based on that church versus state. So they tried to apply the same. So we got the centralized state, and they divided us on linguistic line, on religious lines, on different structures as per the European model, because in Europe all nation states got divided on the basis of languages, or whether they are Protestants or Catholics. They tried to apply the same thing to us. So unfortunately we got trapped in these two ideologies. But there has been nationalist assertions time and again. Gandhi was one of them, Tilak was one of them, Subhash Chandra Bose was there, Subramaniam Bharati was there.
In the post-independent movement period also, we are seeing the continuous dialogue. If you see Ambedkar's writing on who were Kshudras, he clearly is stating that whether it is scheduled caste or the people from south, we form the same race. Anthropologically we are same, culturally we are same. The British premise is wrong, and they will always after opposing Ambedkar, after defeating Ambedkar, communists always chant the name of Dr. Babasaheb Ambedkar, but they will not refer to his who were Kshudras, where he is clearly negating the Aryan Dravidian theory. Okay, definitely you have referred many times in many places, and you have referred here also that the Communist Party is the only party who accepted the formation of... Not accepted, supported. Supported, only yes. Party that passed the resolution for partition of India on religious lines, the only communal party after Muslim League who supported the idea of Pakistan was Communist Party of India. And that time it was a unified Communist Party. There is an official resolution of it in 1942-43. So, they are the last people whom I can trust when it comes to unity and integrity of the nation. Okay. ശരി, അതിനുശേഷം നമുക്ക് പുത്തൻപള്ളിയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റു വാർത്തകളിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ കാലാവസ്ഥ അപ്ഡേറ്റ്സ് വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പറയട്ടെ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. അത് ഇന്നലെ രാത്രി വന്ന മുന്നറിയിപ്പാണ്. പക്ഷേ 9:30 പുതിയ മഴ മുന്നറിയിപ്പ് എന്തായാലും പുറപ്പെടുവിക്കാനുള്ള ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാവരും ജാഗ്രതയോടുകൂടെ തന്നെ ഇരിക്കണമെന്നാണ്. കാരണം ഇപ്പോൾ ചെറിയൊരു മഴ വന്നാൽ പോലും പേടിയുണ്ടാകുന്ന സാഹചര്യം അതാണ് ഇപ്പോൾ കേരളത്തിൽ. അതെ, അത് മാത്രമല്ല ഈ യെല്ലോ അലേർട്ട് ഇന്നലെ നൽകിയതിലും തിരുവനന്തപുരം ഇല്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മാറുന്ന മഴ മുന്നറിയിപ്പ് നമുക്ക് കാത്തിരിക്കാം. അതനുസരിച്ച് വേണം ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ജാഗ്രത കൈവിടണ്ട. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്തേ. Thank you.